ആ ഗോഡ്സൺ എന്തായി? അവര് വിളിച്ചിരുന്നു. അവർ 10 മിനിറ്റുള്ളിൽ റീച്ച് ആവും. അവരൊന്ന് സാധനം കളക്ട് ചെയ്താ ഞാൻ അപ്പൊ തന്നെ സ്കൂട്ടാവൂട്ടോ. ഇവിടെ ആകെ സീന അമിട്ട് പൊട്ടിമാരിയ ഗ്ലാഡുവിന്റെ അവസ്ഥ. ടെൻഷനായിട്ട് വയ്യ. നീ പെട്ടെന്ന് ആ കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വന്നടവനെ. ഗോഡ്സൺ ഭായ്, നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഒന്ന് പേടിക്കാണ്ടിരുന്നേ, ഹാപ്പി ആയിട്ടിരുന്നേ. ഹാപ്പി കൊറോണ ട്ടാ. ഹാപ്പി കൊറോണയാ? ഈശോയെ, കുപ്പി കാത്തോളണേ. ആർക്കടി മദ്യം? ഗോഡ്സന്റെ നമ്മുടെ പുലിപ്പറക്കുന്നു ഗോഡ്സൺ. ഷാജിക്കാനെ പണിതേന് മോന്തേനൊക്കെ ഒരു വെട്ടിയില്ലേ, ആ വെട്ടി ആയിട്ടാണ് ഈ ഗോഡ്സൺ. പുള്ളിക്കൊരു അനിയൻ ചെക്കനുണ്ട്, ഒരു വധൂരി ചെക്കൻ. ഇപ്പൊ മദ്യം കിട്ടാൻ്റെ സിക്കായിരിക്കുക ആ പന്നിക്ക് വേണ്ടിട്ട് ഇടിയില്ലേ. ടീമേ, ഇതാണ് ഗോഡ്സൺ ഭായ്. ഇത് വേറെ ഏതോ വാണാണ്. അവൻ്റെ കളറും മുടി ഊളത്തടിയും കണ്ടറിഞ്ഞൂടെ. ഈ ഗോഡ്സൺ ഭായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയാസെ കുപ്പി എടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് എടുത്തത് നമ്മുടെ ഭായ. നമ്മളും അതെ. നമ്മളറിയണ്ട. ഇവിടെ അപ്പൊ ഓക്കെ എന്നാ ശരി. ആര് സ്റ്റിക്കർ അടിച്ചേ? ഞാൻ എന്തി എഡ്യൂക്കേഷൻ ഒട്ടൂലല്ലേ? എന്ത് പൊട്ടത്തരട അടിച്ചു വെച്ചാണേ. പോലീസ് വിളിക്കൂട്ടാ. ഹാപ്പി കൊറോണ. ഹാപ്പി കൊറോണ. മെഡിക്കലിന്റെ സ്പെല്ലിംഗ് പോലെ അറിയാൻ പാടാത്തൊരു വാണങ്ങൾ ഇറങ്ങിയേക്കാ. നിയാസെ അത് ശരിയല്ലേ? ഏറെക്കുറെ ചെയ്യാനുള്ളൂ. ഞാനാരെ പഠിപ്പിക്കാറില്ല ചെയ്യുന്നു. അവന്റെ ഒരു മെഡിക്കല് പൊളിക്ക് ഞാൻ പൊളിച്ചടുക്ക്. ഹലോ സാറേ, ഇവിടെ ഈ അതിർത്തി ഏരിയല്ലേ വണ്ടികൾ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലം, അവിടെ ഒരു ഒമ്നിയില് മദ്യം കിടത്തുന്നു സാറേ. വണ്ടി നമ്പർ 5170 വൈറ്റ് ഒമ്നി. ഓക്കെ, ഞാൻ വരാം. ഓഫീസേഴ്സ്, അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും വെക്കും. പന്നിറച്ചൂട്ടിന് പൊള്ളി വിളിക്കാനുള്ളതാ. ഗോഡ്സൺ ഭായ് എന്തായാലും ഹാപ്പിയോ? എനിക്കത് മതി. ഗോഡ്സൺ ഭായിയുടെ ഹാപ്പിയാണ് എൻ്റെ ഹാപ്പി. ഞാൻ കണ്ടു. കത്തിച്ചിവിടെ അയ്യോ, എക്സസൈസ്. പേടിക്കണ്ട, കൊറോണയല്ല, അലർജിയാ. എനിക്ക് ഉമ്മാരെ കാണുന്ന തന്നെ അലർജിയാ. സാറെ, കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ എന്താ ഈ കുപ്പി ഇട്ടിരുന്ന? ബൈ കുപ്പിട്ടി ബൈ. പക്ഷേ എക്സസൈസ് വേണ്ടിട്ട് ബാക്കിലുണ്ടല്ലോ ബൈ. എക്സസൈസാ? എടാ, ഒരു കാരണവശാലും എക്സസൈസിന് കീഴടങ്ങരുത്. എനിക്കിവിടെ കുപ്പി കിട്ടിയിരിക്കണം. എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പ്പെടില്ല ബൈ. ചവിട്ടി വിട് സാബു, എനിക്ക് അവനെ വേണമെന്ന്. സാറേ, ഇത് പഴയ വണ്ടിയിലെ സാറേ, 80 മോഡൽ. എന്താ സാബു? കുഴിയാണ് സാർ. കുഴി? എന്റെ സാബു ഫാസ്റ്റായിട്ട് ഇവിടെ അവനെ പിടിക്കേ. വിടാം സാർ. അവരെന്നെ അതിസാഹസികമായിട്ട് കീഴ്പ്പെടുത്തി ബൈ. സാർ പിടിക്കുന്നു. അത്യാവശ്യമായിട്ട് സത്യൻ സാറേ, സത്യജിത്ത് സാറേ, ഇവനെ പിടിച്ചതേ കേരള പോലീസാ. ഇവനെ പിടിക്കാൻ സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ. പട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ്. പിന്നെ എല്ലായിടത്തെയും പോലെ എക്സൈസിന്റെ കേസിൽ കയറി കളിച്ച് ആളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ, അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ട. ശിവമോനെ, ഇവനെ ഞാൻ കൊണ്ടുപോവാ. എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്ന് തന്നെ കിടക്കും. നിന്റെ പിള്ളേരെ കുട്ടി ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. പിടിച്ചു കയറോ. അതെ, മലർക്കെ തുറക്കാൻ നമ്മുടെ സ്റ്റേഷനിൽ അതെ, ഞാൻ പറയുന്ന മാസ് പഞ്ചിൽ ഗേറ്റ് ഉണ്ടാവും. താൻ അതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, കൊണ്ട ഗേറ്റ് വെക്കേ. പിന്നെ സാബു, പയ്യെ പോയാൽ മതി, മുമ്പത്തെ സ്പീഡ് വേണ്ട. വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം. വണ്ടി എടുക്ക. എടാ, കുപ്പിയാ കൊപ്പറകളെ തീണ്ടടാ. ഒരു 5-10 മിനിറ്റാ. എന്താണ് നിന്റെ പേര്? ദുർബലൻ. ശരിക്കുള്ള പേര് പറടാ. ബാലൻ. ഫോൺ എടുത്തോട്ടെ. ലൗഡ് സ്പീക്കർ
പേടിക്കണ്ട, സീനൊന്നുമില്ല. കാത്തു പിന്നെ നീ വല്ലതും കഴിച്ചോ? സ്നേഹം കൊണ്ട് ചോദിക്കണം സാറേ. അപ്പൊ നീ ഗോഡ്സന്റെ ആളാ? ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ടെന്താ നീ ഇതുവരെ പറയാഞ്ഞേ? അത് പിന്നെ എടാ ഗോഡ്സൺ എന്റെ സ്വന്തം ആളല്ലേ? ആണോ? എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു. അന്ന് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഏർപ്പെടായിരുന്നു ഈ ഗോഡ്സൺ. എനിക്കറിയാവുന്ന കേസല്ലേ? ആണോ? അന്ന് മുതലുള്ള പരിചയമായി ഗോഡ്സണുമായിട്ട്. ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ദുർബലിനെ ഞാനൊരു കരിക്ക് എടുക്കട്ടെ? വേണ്ട സാറേ. അയ്യോ അങ്ങനെ പറയരുത്, ഒരെണ്ണം എടുക്കാം. സാറിന് നിർബന്ധമാണെങ്കിൽ എടുക്കാം അല്ലേ? സതീശ, ദുർബലിനൊരു കരിക്കേ? ഭയങ്കര ഇഷ്ടം. അതിനെന്താ തണുപ്പിക്കാലോ? ആണോ? സതീശ തണുത്തതേ തണുത്തത് സാറിന് വേണ്ടേ? എനിക്ക് വേണം. ക്യാൻറ്റീനിലേക്ക്? ആദ്യം മോനെ. എന്തിന് ഇത്ര ബഹളം? റെഡിയാണ് Sit down. വെരി ഗുഡ്. സാർ ഇതാണോ സാർ കരിക്ക്? അതെ. ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനെ അകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. എന്നാലേ കരിക്കിനിരിക്കുമ്പോൾ നല്ല പദം വരും. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്ക കെട്ടി തൂക്കും. മനസ്സിലായോ? എന്ന് ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ, പോയിക്കോളൂ. പോയിക്കോട്ടെ. പോട്ടെ സാർ. സാർ പൊസിഷൻ ഓക്കെ അല്ലേ? Thank you, sir. ഗുഡ് ബോയ്. ആ അനസേ, എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് ഒരു 3 മാസ്ക് വെച്ച് കൊടുത്തേ. കൊല്ല പിടിച്ചിരിക്കുന്നു സാറേ. N95 ഉണ്ടാവോ? മാസ്ക് ഓക്കെ? ഓക്കെ സതീശ തുടങ്ങിക്കോ. സമയം കളയണ്ട. ദുർബലിന്റെ കരച്ചിലല്ലത് വാസു. എഴുതാൻ പോലും സതീശ കരിക്ക് മിസ് ചെയ്യല്ലേ? കറക്റ്റ് മുതുകത്ത്. അത് തന്നെ. കഴുക്ക് സത്യം. ഇതാരെ ഗോഡ്സണോ? നിനക്കിപ്പോ കള്ള് കച്ചവടം അല്ലേ? അല്ല സാറേ, ആ 10 ഇങ്ങനെ തന്നേക്ക് സാറേ. അനിയഞ്ചക്കനെ ഒരിത്തിരി സീനായിട്ടിരിക്കുന്നത്. അതിനെന്താ സീൻ? അവനും മദ്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവന് വേണ്ടി കൊടുന്നാ സാറേ. ചുമ്മാ കഥ വിട് ഗോഡ്സാ. നിനക്കിപ്പോ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എന്നാ കേട്ടോ, നിന്റെ കൈ കൊണ്ട് ഈ ആൻസറത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല. ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല. പിന്നെ ഈ കേസ് ദുർബലിന്റെ നില കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ ഞാൻ പൊക്കും ഗോഡ്സാ. പൊക്കിയിട്ടേ പഴയ കണക്ക് അടക്കം ഞാൻ തീർക്കും. ഗോഡ്സാ, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല. അങ്ങോട്ട് രൂപ 3000 എണ്ണി കൊടുത്തത്. അതിന് ആർക്കൊന്നും അറിയണ്ടല്ലോ. ഞങ്ങളും എന്റെ പൈസയില് അങ്ങനെയൊക്കെ ആയോ സോമിയ? ഒരു തുള്ളി കള്ളുകൂട്ടിട്ട് എത്ര ദിവസം അറിയോ നിനക്ക്? നീ ഒന്ന് അടങ്ങ് സോമിയ. എന്നാ ഞാൻ ഒരു പാട്ട് പാട്ടെ. ആ പാട്. ഹേയ്, കുതിരയ്ക്ക് കുളമ്പടി, കഴുതയ്ക്ക് പുറത്തടി, നടക്കാൻ നിധി. സുമേഷ് 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 നമ്മുടെ പാട്ട് നോക്കുന്നില്ല. കിട്ടിയോന്ന് കുറച്ച് കറിയാണെന്താ സാധനം വന്ന വഴി കണ്ട വേഗം ഒന്ന് ഒഴിക്കണ കപ്പ. ചാവോ പണ്ടാറോ? അവിടെ ഇരിക്കും സാറേ കൂടുതൽ ആൾക്കാർ. മുരിയുടെ ഭാഗത്താ സാറേ എല്ലാം സെറ്റാണേ. ശരിയായി. ഞാൻ സാറിനെ വിളിച്ചോട്ടെ? ഓ വിളിച്ചോ. ഓക്കെ. അതെ, നാളെ രാവിലെ 10 മണി. 10 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഓ ശരി. സാർ, സാറിന് വന്ന് ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ പറത്തൽ തുടങ്ങായിരുന്നു. എവിടെ? അവിടെ. അയ്യോ. ഷിബു, എന്ത് വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം. കോവിഡ് പ്രോട്ടോക്കോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കാത്ത എല്ലാവരെയും പിടിച്ച് ഷിബാകത്തുണ്ട് സാർ. കൊറോണയെ ഉന്മൂലനം ചെയ്തിരിക്കും. വരൂ സാർ. നാളികേരം ഉടക്കണ്ടേ? തേങ്ങയില്ല സാർ. തേങ്ങ ഇല്ലേ? എടുക്കാൻ മറന്നതാ. ഗജാനനം ബോധഗണാതിസേവിതം കവിത. ഇത് ഞെക്കിയിട്ട് ഇവിടെ ഈ കുറ്റിയോ? ആ കുറ്റി.
ഓൾ ദ ബെസ്റ്റ്. എന്നാ ശരി. അല്ല ഫോൺ താങ്ക് യു സാർ. അയ്യോ ഷെയ്ക്കിന്റെ കൊറോണ സാനിറ്റൈസർ. മോനെ പാടത്തേക്ക് പറപ്പിച്ച് വിട്ടേക്ക്. പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നവനെയും എനിക്ക് വേണം. ഓക്കെ ശരി സാർ. ഗുഡ് ബോയ്. എല്ലാ കവലയിലും കിറുക്കന്മാരാ. ഇതിന് മാത്രം കിറുക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി. ശരിയാ, ഇന്നലെ മുതൽ അവന്മാര് പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുക. എപ്പോഴാണോ ഇങ്ങോട്ട് പറഞ്ഞത്? ഇങ്ങോട്ടൊന്നും വരില്ല, ഇവിടെ സേഫ് അല്ലേ സുമേഷ്? സൈക്കിൾ നിർക്കണ്ടേ? അവനെനിക്ക് വേണം. വേറെ ആരെ കിട്ടിയില്ലെങ്കിലും അവനെവിടെ സാർ. സ്ലോ മോഷൻ വേണം. എന്ത് മോഷണമായാലും വേണ്ടില്ല, അവനെ പിടിക്കണം. പോലീസിന്റെ ഡ്രോണാണെന്ന് അറിഞ്ഞിട്ടും കുപ്പി എടുക്കാൻ വന്ന അവനെനിക്ക് വേണം. അവന് പിന്നാലെ പോട്ടെ. അവൻ തോറ്റു സാറേ. എനിക്ക് അവന്റെ മുഖം വേണം. ക്യാമറ തിരിക്ക്. സാറേ ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. മോള് വിട്ടാത്തോണ്ട് തത്തിന്റെ കൈ ഉറക്കാൻ നോക്കിയോ? എന്റെ മാത്രല്ല, കൂട്ടിന്റെ കൈ കരക്ഷത്തിൽ സോഡ വെച്ചടിച്ച ഷർട്ട് ഇടാനും മറന്ന് പുല്ല്. അയ്യോ തുമ്പ. ആ ഷെഡിയെ നിങ്ങളെന്തോ ഓടിയേ? എടാ സുമേഷേ, നീ വെറുതെ തമാശ കളിക്കല്ലേ. ഇവിടെ ഡ്രോണ്. ആ അതെ, ഞാനും സൈക്കോ ഷോമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കുമായിരുന്നു പാടത്ത്. അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു വന്നടാ. അയ്യോ, അതിപ്പോ പോലീസിന്റെ തന്നെയാ. എന്നിട്ടെന്താ, ഒരു റമ്മിന്റെ കുപ്പി എടുത്ത് ഞാൻ പടപടച്ചു. അയ്യോ സുമേഷേ, നീ തീർന്നു. എടാ അത് പോലീസിന്റെ ഡ്രോണാ. എടാ അതിൽ സെൻസറും ക്യാമറയും മണ്ണാങ്കട്ടയൊക്കെ ഉണ്ടാവും. ഇപ്പൊ അവര് നിന്നെ ഫുള്ള് സ്കെച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോ ഞാൻ ചെയ്യാ? നീ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, ബാക്കിയൊക്കെ അവര് ചെയ്തോളും. അവര് ചെയ്തോളൂന്ന് പറഞ്ഞാ? എടാ നിന്നെ കിട്ടിയ അവര് ഉരുട്ടി കൊല്ലും. നീ ആ ക്ലാപ്പെടുത്തോണ്ട് അവിടെ പോയേ. ഇനി മേലെ ഇങ്ങോട്ട് വന്നേക്കരുത്. വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയ്യാറില്ലടാ സുമേഷേ. വെക്കടാ വാണക്കുറ്റി. സാറേ, എന്നാലും എന്റെ പീറ്ററെ, നമ്മള് പറത്തി വിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ? ആ പയ്യനവിടെ നിന്ന് കരയുണ്ട്. സാറൊന്ന് വന്നാ അവനോട് ഞാൻ എന്താടാ പറയാ? എന്തെങ്കിലും ഒന്ന് വാ. തല്ലിക്കൊല്ലും. എന്റെ പോലെ പോലെ ആയിരുന്നു സാറേ. മോനെ കരയല്ലേ, നമുക്കത് കണ്ടുപിടിക്കാം. സാറിനെ കണ്ടറിയാം. സാറിനൊരു ഉണ്ടയും കണ്ടുപിടിക്കാൻ അറിയില്ല. മനസ്സിലായി. സാറിനറിയോ, ഞാൻ ഈ ഡ്രോൺ വെച്ച് കല്യാണമൊക്കെ പിടിച്ചിട്ടാ സാറേ ജീവിക്കണേ. എന്റെ അമ്മ അടുക്കള പണിയെടുത്ത് വാങ്ങിച്ചെന്നാ സാറേ ഡ്രോണ്. ഞാനിനി എന്തു ചെയ്യും സാറേ? എനിക്ക് വേറൊരു പണിക്ക് പോകാൻ അറിഞ്ഞൂടാ സാറേ. എല്ലാ ജീവിതം കരയല്ലേ?
മനുമോന്റെ ഡ്രോൺ ഈ ഷിബു സാർ കണ്ടുപിടിച്ചിരിക്കും. ട്രസ്റ്റ് മീ. പത്തനാപുര രാജാവിനെ ക്രൗൺ അടിച്ചു മാറ്റിയവനെ കണ്ടുപിടിച്ചെങ്കിൽ നിന്റെ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയവനെ ഈ ഷിബു സാർ കണ്ടുപിടിച്ചിരിക്കും. മോൻ ധൈര്യമായിട്ട് വേണ്ടി കയറും. പീറ്ററെ സർ, വണ്ടി എടുക്കുക. പത്തനാപുരത്തേക്കാണ് സാർ. അല്ല, കോണത്ത് കൊണ്ടിട്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയായിരുന്നു. അങ്ങരുടെ തേങ്ങയും ശ്ലോകം ചെല്ലലും. പീറ്ററെ അവിടേക്കാ പോയിട്ടുള്ളത്. അങ്ങോട്ട് വിട്, അങ്ങോട്ട് വിട് പീറ്ററെ, അങ്ങോട്ട് വിടറാ. പറപ്പിച്ച് വിട് സാറേ. മനുമോൻ പറഞ്ഞു കേട്ടില്ലേ? പറപ്പിച്ച് വിട് പീറ്ററെ. വിട്ടു സാർ. നീ ഇത് കൊണ്ട കൊടുത്തേ. എനിക്ക് കല്യാണം കണ്ടു. എന്താടിയ ചെറുക്കൻ്റെ ഒരു കുഴപ്പം? നല്ല വെളുവിളാന്നല്ലേ ഇരിക്കണേ. ദുബായ് നല്ല ജോലിയുണ്ട്. ദുബായിലെ അച്ഛ, ഞാൻ കരാമയിലാണ് അച്ഛ. എന്നാ മോയെ കിട്ടിക്കോ. നിന്ന് ചിലക്കാണ്ട് കൊണ്ട് കൊടുക്കടി. കരാമേല് കരാമേല് കരാമ കരാമ കടലാമ. ഞാൻ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെ. അതിനെന്താ മോനെ, ആയിക്കോട്ടെ, ചെല്ല്. ഓക്കെ, ചെല്ലിട്ടു. ഹായ് അമ്മേ. ഹായ്, ഹലോ. കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണോ? അല്ല. കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണെന്ന് കുട്ടിയുടെ കണ്ണ് കണ്ട് എനിക്കറിയാലോ, അല്ലേ? ചേട്ടാ, ഇത് പൊട്ടു. തപാശക്കരുത്, ഒറ്റ അടി വെച്ച് തന്നിട്ടല്ലോ. എനിക്കിഷ്ടായി. ഞാനെല്ലാവരും പറയാൻ പോവാ, നമ്മുടെ കല്യാണം വന്ന്. അതെ, ഐ ലവ് യു. ആ പറയടേ. എന്നെ തേക്കാനാണോ നിന്റെ പ്ലാൻ? എന്താടി നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ, ഇന്നൊരു കൂട്ടർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാമല്ലോ. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണണം. നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എടി, ചേച്ചി പോയ പിന്നെ ഞാനങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. എനിക്കൊന്നും കേൾക്കണ്ട വിനു. നാളെ രാവിലെ ഞാൻ കലിങ്ങിലുണ്ടാവും. നീ അവിടെ എത്തിയിരിക്കണം. ഇത്തിരിയും കൂടി തുണി മാറ്റിയേ കാണാറുന്നു മൊബൈ. മാസ്ക് യാത്ര. ഇവന്റെ ഉണ്ട കണ്ണ് കണ്ടാൽ അറിയാം. നീയല്ലേ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയ? ജീവിതത്തിലാകെ മാങ്ങ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ സാറേ. ഡ്രോണൊന്നും കണ്ടിട്ടും കൂടി ഇല്ല സാറേ. ആ ഡ്രോൺ പറത്തണ പയ്യന്റെ അമ്മ വന്നിട്ടുണ്ട്. മാറിക്കടാ, മാറാ.